മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ രണ്ട് തരത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയും. അതിലൊന്ന് ചലനാത്മകമായ സന്തോഷവും മറ്റൊന്ന് നിശബ്ദമായ സന്തോഷവുമാണ്. ഇത് രണ്ടും മനസ്സിൻ്റെ രണ്ടറ്റങ്ങളാണ്. നമ്മുടെ മനസ്സിൻ്റെ ഒരറ്റം വളരെ ചലനാത്മകമാണെങ്കിൽ മറ്റൊരറ്റം വളരെ ശാന്തമാണ്. ഇതിൽ ചലനാത്മക ഭാഗത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത് എങ്കിൽ ആ സന്തോഷത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ ആളും ബഹളവുമുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ എപ്പോഴും നമുക്ക് ചുറ്റും ആളുകൾ ഉണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്തരം സന്തോഷങ്ങൾ നൈമിഷികവും ആയിരിക്കും. അങ്ങനെയുള്ള സന്തോഷം അനുഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത്തരം സന്തോഷങ്ങൾ താൽക്കാലികമാണെന്നും ഈ സന്തോഷത്തിന് അധികം ആയുസ്സില്ലെന്നും ഈ സമയം കഴിഞ്ഞാൽ ഇത് മാറിപ്പോകും എന്നുമുള്ള ബോധം അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. രണ്ടാമത്തേത് നിശബ്ദ സന്തോഷമാണ്. അത് അവനവനിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നതാകുന്നു. സ്വന്തം അറിവും പരിശീലനവും കൊണ്ട് സമാധാനത്തോടെ ഇരിക്കുവാനുള്ള ആഗ്രഹത്താൽ സ്വപ്രയത്നം കൊണ്ട് ഒരു വ്യക്തി തൻ്റെ ഉള്ളിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇതാണ് നിശബ്ദ സന്തോഷം. ഈ സന്തോഷത്തിന് നിലനിൽക്കുവാനുള്ള ശേഷിയുണ്ട്. ഇതിൽ ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട കാര്യം ഈ രണ്ട് സന്തോഷങ്ങളെയും സന്തുലനം ചെയ്ത് കൊണ്ടുപോകുവാൻ എനിക്ക് സാധിക്കുമോ എന്നതാണ്. നിശബ്ദ സന്തോഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ അത് ഒരു വ്യക്തിക്ക് ഏത് ഘട്ടത്തിലും എവിടെയും ഇരുന്നു കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സ്വന്തം നിയന്ത്രണത്തിൽ ആയതിനാൽ അത് വളരെ കാലം നീണ്ടു നിൽക്കുന്നതുമാണ്. എന്നാൽ ഈ നിശബ്ദ സന്തോഷം ബഹളങ്ങൾക്കിടയിൽ ലഭിക്കുന്ന സന്തോഷം പോലെ അത്രയും തീക്ഷ്ണതയുള്ളതായിരിക്കില്ല. അത് വളരെ ശാന്തമായിരിക്കും. അമിതമായ ആഹ്ലാദം നിങ്ങൾക്കു നൽകുകയില്ല. എന്നാൽ ഈ സന്തോഷത്തിന് നിലനിൽക്കുവാനുള്ള ശേഷിയുണ്ട്. ഇതിൽ ഒരു വ്യക്തി ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സന്തോഷങ്ങളെയും സന്തുലനം ചെയ്ത് കൊണ്ടുപോകുവാൻ സാധിക്കുമോ എന്നാണ്. അങ്ങനെയെങ്കിൽ നിശബ്ദ സന്തോഷത്തെ കൂടി തൻ്റെ ജീവിതത്തിലേക്ക് പഠിച്ചെടുക്കേണ്ടതാകുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടതാണ്. ധർമ്മപാതയിൽ നിന്നും മാറി സഞ്ചരിച്ച ഒരുവന് തിരിച്ച് ധർമ്മപാതയിലേക്ക് വരുവാൻ 3 മാർഗങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്നാമത്തെ മാർഗം ആ വ്യക്തിക്ക് തന്നെ സ്വയം തോന്നുകയാണ്. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള അധാർമികമായ യാത്രകൾ എൻ്റെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തി
സ്വന്തം ജീവിതത്തെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വന്തം ഇച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ട് പരിവർത്തനപ്പെടുത്തുന്നതാണ് ഇതിൽ ഒരു മാർഗം. രണ്ടാമത്തെ മാർഗം എന്തെന്നാൽ, ഈ അധാർമികതയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി സ്വയം തനിക്ക് പരിവർത്തനം കൊണ്ടുവരുവാനുള്ള ശക്തിയില്ല എന്ന് തിരിച്ചറിയുകയും ആ ശക്തിയുള്ള ആർക്കെങ്കിലും മുന്നിൽ തൻ്റെ ജീവിതത്തെ സമർപ്പണം ചെയ്യുകയുമാണ് വേണ്ടത്. അതായത് തനിക്ക് തന്നെ രക്ഷിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയുമില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ശക്തിയുള്ള ആരെയെങ്കിലും ആശ്രയിക്കുക. എന്നാൽ ഇങ്ങനെ ആശ്രയിക്കണമെങ്കിൽ ആ വ്യക്തി തൻ്റെ അഹങ്കാരത്തിൻ്റെ പത്തി താഴ്ത്തേണ്ടതുണ്ട്. മൂന്നാമത്തെ രീതി എന്തെന്നാൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ വന്ന് പാഠങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ഇത്തരത്തിൽ പാഠം പഠിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഒരുപാട് വിലപിക്കേണ്ടതായി വരും. അതായത് അവനവൻ തന്നെ അവനവൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു എന്നതാണ്. ഇത് ഒരു രീതി. മറ്റൊരു രീതി തൻ്റെ കാര്യം ഏറ്റെടുക്കാൻ മറ്റൊരാളെ അനുവദിക്കുന്നതാണ്. മൂന്നാമത്തെ രീതി തൻ്റെ കാര്യം ഏറ്റെടുക്കുവാൻ പ്രപഞ്ചത്തെ അനുവദിക്കുന്നതാണ്. ആദ്യത്തെ രണ്ട് രീതികളും താല്പര്യമില്ലാത്ത വ്യക്തിക്ക് മൂന്നാമത്തെ രീതി തന്നെ തിരഞ്ഞെടുക്കേണ്ടതായി വരും. കാരണം ധർമ്മത്തിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉപദേശങ്ങൾ ഒരിക്കലും ഫലപ്രദമാവുകയില്ല. ആ വ്യക്തി അനുഭവത്തിലൂടെ തിരിച്ചു നടക്കേണ്ടതായി വരും. ചിന്തിക്കാം.